ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസ് മേധാവിയായി രവാഡ ചന്ദ്രശേഖരനെ സർക്കാർ നിയമിക്കുന്നതിൽ CPM-നെ പരിഹസിക്കുന്നത്? നോക്കൂ, റവാഡെ എന്നല്ല ഏത് അധിപന്മാരും ഈ സർക്കാർ രക്ഷപ്പെടില്ല. നമുക്കറിയാം, ഒന്നാം പിണറായി ഗവൺമെന്റിൽ ഒരു ആഭ്യന്തര വകുപ്പിന് മന്ത്രിയെങ്കിലും ഉണ്ടായിരുന്നു, അത് വല്ലത്തിലെങ്കിലാണ്. ഇപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റിൽ ആഭ്യന്തര വകുപ്പിന് മന്ത്രിയുമില്ല. അതുകൊണ്ട് തന്നെ കടിഞ്ഞൂണില്ലാത്ത പശുവിന് ഏത് തൊഴുത്ത് ആയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് പോലെ ഇനി റവാഡ എന്നല്ല ഏത് റവ കൊണ്ടുണ്ടാക്കിയ അവലോസുണ്ട വന്നാലും ഒരു രക്ഷയും ഈ സർക്കാരിനെ സംബന്ധിച്ചില്ല. പക്ഷേ ഇവർ നാൾക്ക് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നിലപാട് എന്ന്. കഴിഞ്ഞ ദിവസം ഇലക്ഷന് മുമ്പ് പാർട്ടി സെക്രട്ടറി അത് തിരുത്തി, നിലപാടല്ല നിലനിൽപ്പാണ് നമ്മുടെ മെയിൻ എന്ന്. എങ്കിൽ പോലും ആ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോഴവർ മാറ്റി പറയുന്നത് ഇവർ വർഷാവർഷം ഡിവൈഎഫ്ഐയുടെ അടക്കം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 564 രക്തസാക്ഷികളുടെ കുടീരങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന മറ്റ് ദീപശിഖ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഇവർ സംസ്ഥാന സമ്മേളനം നടത്തുക. ഇനിയെങ്കിലും ഉളുപ്പുണ്ടോ? പണ്ട് ഇപ്പൊ VS അച്യുതാനന്ദൻ ആസന്ന നിലയിലാണ്. അദ്ദേഹം നിയമസഭയിൽ ചോദിച്ചതുപോലെ ഉളുപ്പുണ്ടോ എന്ന് ഇവരോട് ചോദിക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, ആരാണ് റവാഡ ചന്ദ്രശേഖരൻ? അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടത്, അദ്ദേഹം ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ടത്, അദ്ദേഹത്തിന്റെ വണ്ടിക്ക് നേരെ ഏറ്റവും കൂടുതൽ കല്ലുകൾ ഉയർന്നു വന്നത് ഡിവൈഎഫ്ഐക്കാരുടെ കൈകളിൽ നിന്നാണ്. അദ്ദേഹം യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ കരിങ്കൊടിയുമായി അദ്ദേഹത്തെ വരവേറ്റിരുന്നത് ഡിവൈഎഫ്ഐക്കാരാണ്. അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ ചില്ല് പൊട്ടിച്ചത് ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യിലിരുന്ന കരിങ്കല്ലാണ്. ആ കരിങ്കൊടിയും താഴെ വെച്ച് റവാഡ ഞങ്ങൾക്കെല്ലാം വിശുദ്ധനാണ്, നമ്മുടെ മാമന്റെ മോനാണല്ലോ എന്ന് പറയുന്ന രീതിയിൽ ഇവർ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടിലെ വൈരുദ്ധ്യത അത് ഞങ്ങൾ തുറന്നു കാണിക്കും. ഒന്ന്. രണ്ട്, എന്താണ് കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട വിഷയം എന്നറിയാമോ ശ്രീ മഞ്ജുഷ്? ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും കൂത്തുപറമ്പിൽ സമരം നടക്കുന്നത് സ്വാശ്രയ കോളേജിൽ വിദ്യാഭ്യാസം പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അന്നത്തെ സർക്കാർ മുമ്പോട്ട് വെക്കുന്ന ഏതാണ്ട് 20% എന്നുള്ള ഒരു പുതിയ റെക്കമെൻഡേഷൻ ആണ് പ്രൈവറ്റൈസേഷൻ. പക്ഷേ അങ്ങേക്കറിയാമോ, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസത്തെ 100% പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റിന്റെ പേര് ഒന്നാം പിണറായി ഗവൺമെന്റ് എന്നാണ്. ശരിയാണ്, നമുക്ക് സമരത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് വരേണ്ട. പക്ഷേ രവാഡ ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ അന്വേഷണ കമ്മീഷൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയതാണ്. അതുമാത്രമല്ല, ഹൈക്കോടതിയും രവാഡയെ കുറ്റവിമുക്തനാക്കിയതാണ്. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ഈ ഉദ്യോഗസ്ഥന് ബന്ധമില്ല, ഉത്തരവിട്ടത് ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിന് അവിടെ കൂടി നിന്നവരുമായിട്ട് ഒരു വ്യക്തി വൈരാഗ്യവുമില്ല എന്ന നിലപാടെടുത്തത് അന്വേഷണ കമ്മീഷനും അതുപോലെ തന്നെ ഹൈക്കോടതിയുമാണ്. പിന്നെ എന്താണ് ഈ ഉദ്യോഗസ്ഥനുള്ള വിലക്ക്? എന്തിന് ഇദ്ദേഹത്തെ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് നിയമിക്കാതിരിക്കണം? അല്ല, അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ ആരും റവാഡ ചന്ദ്രശേഖരനെ നിയമിക്കേണ്ട എന്ന് പറഞ്ഞില്ലെന്നേ. ഞങ്ങൾ പറയുന്നത് ഉള്ളി പൊള്ളിച്ചാൽ അതിനുള്ളിൽ ഉള്ളത് എന്താണ് എന്ന് ജനത്തിന് മനസ്സിലായി എന്നാണ് പറയുന്നത്. രണ്ടാണ് പ്രശ്നം. അങ്ങ് ചോദിക്കുന്നത് റവാഡയെ കൊണ്ടുവരുന്നതിൻ്റെ അകത്ത് എന്താണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. റവാഡ വിശുദ്ധനായ കാര്യം ഇപ്പോഴാണോ CPM അറിഞ്ഞത്? റവാഡയ്ക്കെതിരെ ഞങ്ങൾ നടത്തിയ സമരങ്ങൾ തെറ്റായിപ്പോയി എന്ന് ഏറ്റു പറഞ്ഞാൽ, എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് റവാഡയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി ഏറ്റു പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. അത് മാത്രമാണല്ലോ ഇവിടെ പ്രശ്നം. എന്തിനാണ് പോലീസ്